എൻ്റെ പൊന്നോ, ഇന്ന് നമ്മൾ പ്രസൻറ്റ് എപ്പിസോഡ് 11-12 ആണ് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ നമ്മുടെ ഹീറോനാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ ഹീറോനാണ് കാണിക്കുന്നത്. അടുത്ത ഡോക്ടർ പറയുന്നുണ്ട് നടിയുടെ ഈ ഒരു ഓർഗൻസ് ഒക്കെ ഫെയിലിയറായി, ഇനി രക്ഷപ്പെടുത്താൻ ചാൻസ് ഇല്ല. ഇന്ന് നമ്മുടെ മുഖത്തടിച്ചോണം സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ആണെങ്കിൽ ഒരു മാതിരി ആവുന്നുണ്ട്. ഇതുവരെ ഞാൻ ഫ്യൂച്ചർ ഇത്രമാത്രം മാറ്റാൻ ശ്രമിച്ചിട്ട് ഒന്നും മാറണില്ലല്ലോ എന്ന്. ഫ്യൂച്ചറിൽ ഹീറോ നടിക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹീറോയാണ് എടുക്കുന്നത്. അപ്പോൾ ആൾ പറയുന്നുണ്ട്, നിൻ്റെ കൂടെ നമ്മുടെ നടീനെ കൊണ്ടുപോകുന്ന അത്ര സേഫ് അല്ല. കാരണം വെച്ചാൽ ഷീയുടെ ഡാഡി ഉണ്ടല്ലോ, ആള് എന്തൊക്കെയോ തരികിട പണികൾ ഈ ഒരു ബിസിനസ്സിന് പിന്നെ നടത്തുന്നതുകൊണ്ട് തന്നെ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹീറോ പോകുന്നുണ്ട്. അങ്ങനെ പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷീനെ കല്യാണം കഴിക്കാമെന്നും ഫ്യൂച്ചറിൽ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ നടിയാണെങ്കിൽ ഇവനെ കാണാൻ വേണ്ടി വരുവാണ്. ആദ്യം വിളിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ആ പോകുന്ന സമയത്താണ് ഇവളുടെ, അതായത് ഷീയുടെ അച്ഛൻ പറഞ്ഞിട്ട്, അതായത് നമ്മുടെ മോളുടെ ഒരു കല്യാണം നിന്ന് പോകുന്നു പേടിച്ചിട്ടാണ് അവളെന്നെ വെടിവെച്ച് കൊല്ലുന്നത്. ഇങ്ങനെയാണ് ഫ്യൂച്ചറിൽ നമ്മുടെ ഹീറോയും മരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നടനോട്, അതായത് പാസ്റ്റിലെ നടനോട് പറയുമ്പോൾ നടൻ പറയുന്നുണ്ട്, അങ്ങനെയാണോ, അപ്പോൾ ഞാൻ കാരണമാണ് അവൾ മരിക്കുകയല്ലേ, ഫ്യൂച്ചറിൽ ഞാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരും, അല്ല ഇപ്പോൾ നടിയില്ലാണ്ട് നീ കുറേ കഷ്ടപ്പെടുന്നുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ പറ്റാവുന്ന വിധം ഒഴിവാക്കാൻ ശ്രമിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നടിയോട് നമ്മുടെ നടൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, എടാ ഞാൻ എൻ്റെ ഫ്യൂച്ചറിലെ എന്നോട് തന്നെ സംസാരിച്ചു, അപ്പോൾ ആളെന്ന് പറയുന്നത് നിൻ്റെ ജീവനാപത്താണെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഫ്രഞ്ച് പഠിച്ചിട്ട് നീ വിദേശത്തേക്ക് എങ്ങാനും പോയേക്ക്, നിനക്ക് അവിടെ ജോലി എങ്ങാനും സെറ്റ് ചെയ്ത് തരാം, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നീ ഇവിടേക്ക് വന്നാൽ മതിയെന്നും പറയുകയാണ്. നമ്മുടെ ഹീറോയാണെങ്കിൽ ഒരു വില്ല് തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് സ്പൈഹികളോട് നമുക്ക് അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എടാ ഈ വില്ലിലൊക്കെ അവൾ സൈൻ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്, അങ്ങനെയൊന്നും നീ പേടിക്കേണ്ട, ഈ ഒരു വില്ലെന്ന് പറയുന്നത് ഫുൾ ഓഫ് ഫ്രഞ്ചാണ്, അവൾക്ക് ഫ്രഞ്ചൊന്നും വായിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് അവളെ തന്നെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സെറ്റാക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം, അവൾ സൈൻ ചെയ്യും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്പൈകൾക്കാണെങ്കിൽ ഒരു മാതിരി ഒരു ഫീലിംഗ് ആണ്, ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞ് അതിൽ സൈൻ ചെയ്യിപ്പിക്കണോ ഈ വില്ലിൽ എന്നൊക്കെ. അതിനുശേഷം നമ്മുടെ നടിയാണെങ്കിൽ ഒരു കഫേയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഫ്രഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ കുടയും കൊണ്ട് വരുവാണ്. നമ്മുടെ നടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ കയറി വന്നിട്ട് ആ ഒരു വില്ല് എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്, ഇതിൽ നീ സൈൻ ചെയ്യണമെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എടാ നിനക്ക് അറിഞ്ഞുകൂടേക്ക് ഫ്രഞ്ച് അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവൻ പറയുകയാണ്, എടി ഇത് നിൻ്റെ സ്കൂളിൻ്റെ അഡ്മിഷൻ ഫോം ആണ്, ഇത് നീ സൈൻ ചെയ്താൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അവൻ വിശ്വസിച്ചിട്ട് സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ ഹീറോ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു കൊടുക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ വെതറൊക്കെ മുൻകൂട്ടി തന്നെ പറയുന്ന പോലെയാണ്. ഇത് രണ്ട് ഫേസും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ ഇതനുസരിച്ച് കോടയൊക്കെ കൊണ്ടുവരാൻ, ഇനി ഞാൻ കോട കൊണ്ടുവരാനൊന്നും ഉണ്ടാകത്തില്ലല്ലോ നിൻ്റെ അരികത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നടി പറയുന്നുണ്ട്, കുഴപ്പമില്ലടാ, ഒരു കൊല്ല ലക്ഷടേ എന്നങ്ങ് പൊക്കോളും എന്ന് പറയുകയാണ്. ഇവിടെ നമ്മുടെ സ്പൈകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ബൈക്കിനോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ സ്പൈകൾ കയറി വരുന്നുണ്ട്, എന്തുവാടേ നിനക്ക് പറ്റിയത്, നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, അതെനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ, വാ പോവാം എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ നമ്മുടെ നടീനെ ഒരു ലൈബ്രറിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ നടി എന്തൊരു സാധനം കണ്ടിട്ടുണ്ട്, ഒരു ബോക്സ് പോലത്തെ സാധനം, അതെന്തുവാ എന്ന് നമ്മുടെ ഹീറോയും നോക്കുന്ന സമയത്ത് അപ്പുറത്ത് അവിടുത്തെ ഒരു ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇത് നമ്മുടെ ടൈം ട്രാവൽ പോലത്തെ എന്തോ ഒരു സംഗതിയാണ്, അതിനുള്ളിൽ പോയിട്ട് നമുക്ക് പറയാനുള്ള സാധനങ്ങൾ റെക്കോർഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം, അതായത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു റെക്കോർഡിൻ്റെ ഒരു പേപ്പർ അങ്ങായിട്ട് വരും. ആ ഒരു പേപ്പറിൽ ആ ഒരു ബാർകോഡ് നമ്മുടെ ഫോണിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വോയിസ് നമുക്ക് കേൾക്കാമെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഹീറോ ആദ്യം ആ ഒരു ബൂത്തിലേക്ക് കയറിയിട്ട് അവൻ്റെ ഫീലിങ്സ് പറയുകയാണ്, ഞാൻ ഒരു കൊല്ലത്തിന് ശേഷം ഉണ്ടാവില്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിനക്ക് വേണ്ടി മരിക്കാൻ കൂടി ഞാൻ തയ്യാറാണ്, നീ പേടിക്കൊന്നും വേണ്ട, ഞാനില്ലെങ്കിലും നീ സന്തോഷമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും കയറി പോകുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എടാ നീ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് കൊലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോനെ പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ നിന്നെ കുറേ മിസ് ചെയ്തു, നിന്നെ രണ്ടാമത് കിട്ടിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അത് മാത്രമല്ല നീ എൻ്റെ ഒരു ഗിഫ്റ്റാണ്, പൊക്കിഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ വന്നിട്ട് പറയുന്നുണ്ട്, എന്തുവാടി ഇത്ര മാത്രം നീ സംസാരിച്ചേ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നടി അപ്പം പറഞ്ഞൊരു സംഗതി കൂടിയാണ്, ഒരു കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജീവനോട് ഉണ്ടാവുമെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ ഇല്ലെങ്കിലും നീ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആ ഒരു ഡയലോഗ് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹീറോ പറയണേ എനിക്കിപ്പോൾ തന്നെ കേൾക്കാൻ സൗകര്യം ഉണ്ടാവോ എന്തോ എന്നൊക്കെ. അപ്പോൾ അവൾ പറയണേ, അയ്യടാ പോടാ അവിടുന്ന്, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കേട്ടാൽ മതി എന്നൊക്കെ പറയുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡോക്ടർ ചെക്കനുണ്ടല്ലോ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ നടിയല്ല നമ്മുടെ സ്പൈകളാണെങ്കിൽ ഒരു മാതിരിയാണ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അവനാണെങ്കിൽ, ദൈവമേ ഇവിടുന്ന് പോകണോ, വേണ്ട, ഒരു പെൺകുട്ടീനെ ഒറ്റയ്ക്ക് ഒരു റൂമിലിട്ടിട്ട് പോകണ്ടേ, വേണ്ട ശരിയാവത്തില്ല എന്ന് പറയുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോ 2 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന ആ ഒരു ബർത്ത്ഡേ ഇപ്പം തന്നെ ആഘോഷിക്കണമെന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്, നമ്മുടെ നടിയാണെങ്കിൽ എന്തുവാടെ നീ പറയണേ, 2 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന ഈ ഒരു ബർത്ത്ഡേ നിനക്ക് ഇപ്പം തന്നെ ആഘോഷിക്കണം, നീ എന്തീ പറയണേ, നമ്മൾ എന്താ കാണില്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ പോവുമല്ല, അതിനൊരു വിഷമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നടൻ ആ ഒരു ടോപ്പിക്ക് ചേഞ്ച് ചെയ്തു. പിറ്റേ ദിവസം നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഡോക്ടറില്ലേ, ആള് നമ്മുടെ സ്പൈകളുടെ കൈയും പിടിച്ചിട്ട് ബെഡ്മേ കിടക്കുന്നത്. ഇന്നലെ നടന്ന കാര്യം നമ്മുടെ സ്പൈകൾ അപ്പോൾ ആലോചിക്കുകയാണ്. ഇന്നലെ നമ്മുടെ ഈ ഡോക്ടറാണെങ്കിൽ ഈ വൈൻ ബോട്ടിൽ മുഴുവൻ അവൻ്റെ അകത്തേക്ക് ചേരിച്ചിട്ടുണ്ട്. അപ്പോൾ വയറിന് സുഖമില്ല പറഞ്ഞിട്ട് ബെഡ്മേ കിടന്ന് ഉരുളുന്ന സമയത്ത് സ്പൈകൾ എന്തുവാടി നീ കിടന്ന് കാണിക്കണേ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നീ നിനക്കെന്താടി എൻ്റെ ഫീലിംഗ് ഒന്നും മനസ്സിലാവാത്തെ, പൂച്ചനെ മുഖത്തിട്ട പോലെ അവളുടെ സംസാരം കേട്ടാൽ എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് അറിയോ എന്നൊക്കെ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് കിടന്ന് ഇങ്ങനെ ബ്ലാ 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 എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ഉറങ്ങി വീഴുന്നുണ്ട്, കൈയും പിടിച്ച് കിടക്കുകയാണ്. നമ്മുടെ സ്പൈകളാണെങ്കിൽ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എണീക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു പാലും കുപ്പിയോടും കൂടി ആവശ്യമുണ്ടായിരുന്നല്ലോ, അതോടുകൂടി തീർന്നില്ലേ ഇതൊക്കെ. ഇനി കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെ വിട്ട് പിരിയാൻ പോവുകയാണ്. അവൾ എന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് വിട്ടതിന് ശേഷം നമ്മുടെ ഹീറോ ഫോൺ എടുത്തിട്ട് സ്പൈകളെയും അതുപോലെ ഡോക്ടറിനെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ. എന്നിട്ട് കാണിക്കുന്നത് 2025 ഫ്യൂച്ചറിൽ. അപ്പോൾ അവിടെയാണ് ചെയ്യുന്നത്, നമ്മുടെ നടിയാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അതായത് 1 കൊല്ലം മുമ്പ് അവർ ആ ഫോൺ ബൂത്തിൽ ചെയ്ത ആ ഒരു കോൺവെർസേഷൻ്റെ ആ ഒരു സംഗതി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ആ ഒരു റെക്കോർഡ് അവൾ കേൾക്കുമ്പോൾ 1 കൊല്ലത്തിന് ശേഷം ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് അറിയത്തില്ല, പക്ഷെ ഞാനില്ലെങ്കിൽ നീ ഹാപ്പി ആയിട്ടിരിക്കണം, അങ്ങനെയുള്ളൊരു വോയിസാണ് കിട്ടുന്നത്. നമ്മുടെ നടിക്കാണെങ്കിൽ വളരെ വിഷമാവുന്നുണ്ട്. എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മുടെ ഹീറോ ആ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഷീയുടെ അതായത് അവൻ്റെ ഒരു കമ്പനിയോട് കൂടിയിട്ട് അവനെ കത്തിക്കുവാണ്. ഇതാണ് ഫ്യൂച്ചറിൽ നടന്നത്. ഇവിടെ നമ്മുടെ ഷീയുടെ അച്ഛൻ നമ്മുടെ കെയിനോട് സംസാരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു സെറ്റാണ് കേട്ടോ, സെറ്റിമസാ. അപ്പോൾ ഇവരാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് നമ്മുടെ ഷീ ആണെങ്കിൽ ഓടിപ്പോയി നമ്മുടെ ഹീറോനെ വിളിച്ചിട്ട് ഇവിടേക്ക് വരണ്ട, ഇവിടെ എൻ്റെ അച്ഛൻ നിന്നെ കൊല്ലാനുള്ള പരിപാടിയാണ്, അങ്ങനെയുള്ള രീതിയിൽ മെസ്സേജ് വിളിച്ച് പറയാനായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ എപ്പോഴും ഇവളുടെ ഫോൺ ഇഗ്നോർ ചെയ്യുന്നത് പോലെ ആ പ്രാവശ്യം ഇഗ്നോർ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ഈ നടക്കുന്ന കാര്യമൊന്നും അറിയുന്നില്ല. അച്ഛനാണെങ്കിൽ ഇവളെന്നെ ചീത്ത പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ഫോൺ അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവന് വലുതും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും മരിക്കും, അങ്ങനെയുള്ളൊരു ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിലും അച്ഛനാണെങ്കിൽ അത് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡോക്ടറും സ്പൈക്കുകളും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എടാ നീ എല്ലാ ദിവസവും ചോദിക്കാറുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് വയ്ക്കാമെന്ന്, ഞാൻ ഇപ്പം പറയാം നമുക്കിപ്പോൾ റിലേഷൻഷിപ്പ് വയ്ക്കാമെന്ന്. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ഒന്നായിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഞാൻ പോവാൻ നിനക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൈകൾ പറയുകയാണ്, വേണ്ട, ഓപ്പറേഷൻ ചെയ്തിട്ട് നിൻ്റെ കയ്യിൽ ചോരയാവുന്നത് തെറ്റില്ല, പക്ഷേ ഇടിച്ചിട്ട് നിൻ്റെ കയ്യിൽ ചോരയാവരുത്, അത് എൻ്റെ ഒരു വാശിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോ ഷീയുടെ ഡാഡീനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആൾ പറയുന്നുണ്ട്, എടാ നിൻ്റെ ഫോൺ അങ്ങ് കാട്ട്, അതിനുള്ളിൽ ആ ഒരു പരിപാടി, അതായത് അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞതായോ ആക്റ്റീവ് ആക്കാനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് പറഞ്ഞുതരാൻ സൗകര്യമില്ല, എൻ്റെ അച്ഛൻ ഇങ്ങനെ അധ്വാനിച്ചത് മുഴുവനും നിനക്ക് വെറുതെ എഴുതി തരാനൊന്നല്ലെന്ന് പറയുകയാണ്. ഇവൻ തിരിഞ്ഞു പോകുന്ന സമയത്ത് ആൾ പറയുന്നുണ്ട്, നിൻ്റെ നടിയില്ലേ അവളെ നീ എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കുവാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് അവളെ കൊല്ലുന്നൊക്കെ. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫ്രഞ്ചിലെ കുറേ കാര്യങ്ങൾ ഇവളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വില്ലിൽ എന്താ എഴുതിയിരിക്കുന്നത് ചില വാക്കുകളൊക്കെ അവളിങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. ആ സംഗതികളൊക്കെ അവൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തായാലും 1 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവനോട് ഉണ്ടാവത്തില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്വത്തും ഇവളുടെ പേരിൽ എഴുതി കൊടുക്കാനായിട്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഷീയുടെ ഡാഡി ആണെങ്കിൽ ഈ ഒരു ഫോൺ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് തരുന്നു പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയാണെങ്കിൽ എൻ്റെ ഡാഡിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡീകോഡ് ചെയ്തിട്ട് വേണം ഈ സംഗതി ചെയ്യാനായിട്ട് പറയുകയാണ്. എന്നാൽ ശരി പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആളുടെ ഫോണും വാങ്ങിച്ചിട്ട് ആ ഒരു ഡീകോഡ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഫോണിലേക്ക് സെറ്റാക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ നമ്മുടെ ഹീറോൻ്റെ പരിപാടി വേറെയായിരുന്നു. ആ ഒരു ഫോണിലുണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഷീക്ക് അയച്ചു കൊടുക്കുക ഇതായിരുന്നു. നമ്മുടെ ഷീ ആണെങ്കിൽ പുറത്ത് നിന്ന് ഇതൊക്കെ ലോഡ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് സെറ്റായിട്ടുണ്ട്, കോഡൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, 12 മണിയാവണം ഇത് സെറ്റാവാനായിട്ട്. ഇനി നമ്മുടെ ഹീറോ പറയുമ്പോൾ ശരി 12 മണിയായിട്ടും ഈ സംഗതി ഓണായില്ലെങ്കിൽ നിൻ്റെ കഥ കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. 12 മണിയാണ് നമ്മുടെ ഹീറോ പറഞ്ഞ ആ ഒരു ടൈം. ആ ഒരു ടൈമിനുള്ളിൽ ഇവിടുത്തെ ആ ഒരു രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കണം നമ്മുടെ സ്പൈകളിന്. അതുപോലെ തന്നെ അത് എല്ലാ കാര്യവും ചെയ്തുണ്ടാക്കണം. എന്നിട്ട് 12 മണിയാവല്ല ഈ ഒരു സംഗതി ഓപ്പൺ ആവാത്തത് കാണുമ്പോൾ ഷീയുടെ ഡാഡി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആൾ പറയുന്നുണ്ട്, ഒന്ന് പോടെ ഇവിടുന്ന്, ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എന്ന്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡോക്ടറിനെ ഫ്യൂച്ചറിൽ നിന്ന് നമ്മുടെ നടി വിളിക്കുവാണ്. നടി വിളിക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ അവിടെ പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ പോയി ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് പറയുന്നത്.
അവളും ആ ഒരു ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഡോക്ടറിനൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പടഞ്ഞ് വരുവാണ്. നമ്മുടെ ഹീറോനെ അവിടെ തല്ലിയിട്ടിട്ട് ഒരു റൂമിലിട്ട് അടച്ച് പൂട്ടുന്നുണ്ട്. എന്നിട്ട് ഈ ഫോൺ കോൾ വരുവാണ്. ആർക്ക്? ഷീയുടെ ഡാഡി. എനിക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോനെ തേടി കുറേ പേര് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അറസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ. അപ്പം നമ്മുടെ കെയിനോട് പറയുവാണ്, എടാ ഞാൻ ചിലപ്പോൾ ഈ ഒരു കേസിൽ അറസ്റ്റായിന്ന് വരും, എൻ്റെ മോളേനെ നീ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം, നീ ഒരു നല്ല ചെക്കനാണെന്നൊക്കെ. അപ്പോൾ അവനും ഓക്കെ സാറേ എന്ന് തലയാട്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ചെക്കനും, ഇവിടെയാണെങ്കിൽ നമ്മുടെ സ്പൈകളും, ഇവിടെയാണെങ്കിൽ നമ്മുടെ നടിയും ഒരേ ടൈമിൽ ഓരോ സ്ഥലത്തും പോയി തേടി നോക്കുന്നുണ്ട്. നമ്മുടെ നടനെ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഹീറോയാണെങ്കിൽ ഒരു റൂമിൽ കിടക്കുവാണ്. അവൻ്റെ തലയ്ക്ക് അടി കിട്ടിയതുകൊണ്ടും പുകയായതുകൊണ്ടും അവനക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ അവൻ ആ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നടി വിളിച്ചേക്കുമായിരുന്നു. ആ വിളിച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. ഹീറോയിൻ നമ്മുടെ ഹീറോൻ്റെ കൈ പിടിച്ച് കിടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ നമ്മുടെ ഹീറോനെ രക്ഷപ്പെടുത്തിയിട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോ വിളിക്കുമ്പോൾ ഭയങ്കര ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. ഞാൻ രക്ഷപ്പെട്ടോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഹീറോ ഇരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയും സ്പൈയും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ സ്പൈകൾ അവിടെ നിന്ന് പോയപ്പോൾ നമ്മുടെ ഹീറോയും പിറ്റേ ദിവസം അവനോട് എല്ലാ കാര്യങ്ങളും പറയുവാണ്. എടാ എനിക്ക് നിൻ്റെ സ്വത്തൊന്നും വേണ്ട, നീ വെറുതെ ഈ ഒരു വില്ലിൽ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഞാൻ സ്വത്തിനെ ഇതാക്കിയിട്ടാണോ നിന്നെ പ്രണയിച്ചത്, എന്തുവാടെ നീ ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഹീറോനോട് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയാണ്, നീ വിഷമിക്കാതിരിക്കുക, ഞാൻ അങ്ങനെ ചെയ്തത് നിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ നിനക്കിത് ഇത്ര ഹേർട്ടാവുമെന്ന് എനിക്കറിയത്തില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എടാ നമ്മൾ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവണേന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ തന്നെ വെറിയിടാവുകയാണ്, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഫ്യൂച്ചറിൽ എന്തായാലും ആരെങ്കിലും ഒരാൾ മരിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കിയാൽ എന്തുകൂടാ, നമുക്ക് നല്ല നല്ല മെമ്മറീസ് അങ്ങ് ഉണ്ടാക്കാം, കാര്യം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. എൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.